നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളെല്ലാം തന്നെ കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാൻ ഇടവരും. നിലവിലുള്ള ജോലിയിൽ ഇനി സ്ഥാനക്കയറ്റമോ ആനുകൂല്യങ്ങളോ അംഗീകാരങ്ങളോ ഉണ്ടാവുക വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ജോലി ഉപേക്ഷിച്ച് 2 വർഷത്തെ പഠനത്തിന് വേണ്ടി ചേരുവാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഗുണകരമായി തീരും. പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ ആത്മവിശ്വാസത്തോടുകൂടി എഴുതുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നത് വഴി വിദ്യാർത്ഥികൾക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്ന് ചേരുവാൻ ഇടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ ഒരുപക്ഷെ പലരുടെയും ഒപ്പം കഴിഞ്ഞ മാസത്തെ അനുഭവം വെച്ച് ഇനി മുതൽ എല്ലാ വർഷവും ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ വിനോദയാത്രയ്ക്ക് വേണ്ടി തയ്യാറാകാം എന്ന് മാനസികമായിട്ട് തയ്യാറാകുവാൻ ഇടയുണ്ട്. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ ഇത്രയും കാലത്തിൻ്റെ അനുഭവജ്ഞാനം, ആധുനിക സംവിധാനം അവലംബിക്കുന്നതിൻ്റെ പ്രയോജനം, പ്രായോഗിക വിജ്ഞാനം ഇവ അവലംബിച്ചും കൊണ്ട് ഏറെക്കുറെ മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ നിന്നും 1 വർഷത്തിന് മുമ്പ് ജന്മനാട്ടിലെത്തിച്ചേർന്ന പലർക്കും കഴിഞ്ഞ 1 വർഷമായിട്ട് എല്ലാ പ്രകാരത്തിലും ബുദ്ധിമുട്ടുകളായിരുന്നു. എന്നാൽ മുമ്പുണ്ടായിരുന്ന മേലധികാരികളുടെ ഒരു പ്രത്യേക പരിഗണനയിൽ മറ്റൊരു ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ അവിടെ താമസിപ്പിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള ജോലി ആയതുകൊണ്ട് വിദേശത്തേക്ക് തിരിച്ചു പോകുവാൻ അവസരമുണ്ടാകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും ആധുനിക കൃഷി രീതികൾ അവലംബിച്ചും കൊണ്ട് ഒരുപക്ഷെ കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആത്മപ്രഭാവത്താൽ വിപരീതമായുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും. അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോഗിക്കുന്നത് വഴിയും വിനിയോഗിക്കുന്നത് വഴിയും പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിന്ന് പിന്മാറി വിപണന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കുവാനും അതിന് തക്കവണ്ണം ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുവാനും ഇടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ ചിലർക്ക് വിമ്മിഷ്ടം, മറ്റു ചിലർക്ക് ദേഹത്തിന് അസുഖങ്ങൾ, മറ്റു ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പ് ഇല്ലായ്മ, വേറെ ചിലർക്ക് ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ, ഇങ്ങനെ പല സാഹചര്യങ്ങളെ കൊണ്ടും ഗൃഹത്തിന് വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകും. മാതാപിതാക്കളുടെ ഹിതമനുസരിച്ചും കൊണ്ട് ഇനി അവരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തണുപ്പ് രാജ്യത്തിൽ നിന്നും സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും അന്തിമ നിമിഷത്തിൽ സെപ്റ്റംബർ മാസത്തിൽ തന്നെ അവസരത്തിന് യോഗമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും ചിലർക്ക് തിരസ്കരിക്കപ്പെടുവാനിടയുണ്ട്. എന്നാൽ പുനരപേക്ഷ നൽകുന്നതിൽ അവസരമുണ്ടാകുവാനും വളരെ ദ്രുതഗതിയിൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്ന് വികസിത രാഷ്ട്രത്തിലെ ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരം വളരെ ദുർലഭമായിട്ടും വളരെ ആശ്ചര്യപരമായിട്ടും വന്നു ചേരുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകും. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കും. ബന്ധുമിത്രാദികളുടെ ഗൃഹപ്രവേശന കർമ്മം ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഇടവരും.
അപര്യാപ്തതകൾ പരിഹരിച്ചും കൊണ്ടും അതിൻ്റെ വരും വരായികളെ പറ്റിയിട്ട് വളരെ കൃത്യമായുള്ള രീതിയിൽ അപഗ്രഥനം ചെയ്തും കൊണ്ടും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരത്തിന് യോഗമുണ്ട്. പ്രതികൂലമായുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ശ്രമകരമായുള്ള പ്രവർത്തനങ്ങളിൽ അന്തിമ നിമിഷത്തിൽ ഫലപ്രാപ്തി നേടുവാൻ ഇടയുണ്ട്. നിഷേധാത്മകമായുള്ള നിലപാട് പല മേഖലകളിൽ നിന്നും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ വളരെ സുതാര്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അർഹതയുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സകല വിധത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയതായിട്ടുള്ള ജോലിയുടെ അവസരങ്ങൾ, അതായത് താമസ സൗകര്യത്തോടു കൂടിയും ഒരുപക്ഷെ കുട്ടികളെ പഠിപ്പിക്കാൻ തക്കവണ്ണമുള്ള ചില ആനുകൂല്യങ്ങളോട് കൂടിയതായിട്ടുള്ള ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാൻ അവസരം വന്നു ചേരും. ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കോ സർവാത്മന സഹകരിക്കുവാൻ ഇടയുണ്ട്. തൊഴിൽ മേഖലകളിൽ പുതിയ സംവിധാനം അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പല ജോലിക്കാർക്കും പരിശീലനം നൽകുവാൻ ഇടവരും. പൂർവികമായുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കാൻ ഇടവരുമെങ്കിൽ പോലും തൃപ്തിയുള്ള വിഭാഗം ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഭാവിയിലേക്ക് വിൽപ്പന ചെയ്യുവാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും ഒരുപക്ഷെ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും തൊഴിൽ ചെയ്തും കൊണ്ടും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്തായാലും എല്ലാം കൃതാർത്ഥതയോടുകൂടിയും പൂർണ്ണതയോടുകൂടിയും അവലംബിക്കാനുള്ള അവസരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ സകുടുംബം ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള ജോലിയുടെ അവസരം, ഒരുപക്ഷെ സ്ഥാനക്കയറ്റമൊന്നും ലഭിക്കുകയില്ല, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള അത്ര തന്നെ നേട്ടമുണ്ടാവുകയില്ല എങ്കിൽ പോലും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ള ജോലിയുടെ അവസരം സ്വീകരിക്കാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ പല വിദ്യാർത്ഥികളും തയ്യാറാകുവാനിടയുണ്ട്. ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാൻ ഇടവരും. നഷ്ടസാധ്യതകളെ വിലയിരുത്തി നിലവിലുള്ള വ്യാപാര മേഖലകൾ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുവാനോ കൈമാറുവാനുള്ള അവസരമുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ കൈമാറിയിട്ട് മുമ്പുണ്ടായിരുന്ന സ്ഥാപനത്തിൽ വികസിത രാഷ്ട്രത്തിലോ വിദേശത്തേക്കോ തിരിച്ചു പോകുവാൻ തക്കവണ്ണം തീരുമാനത്തോടുകൂടി ഒരുപക്ഷെ നവംബർ മാസത്തിന് ശേഷം വികസിത രാഷ്ട്രത്തിൽ തിരിച്ചു പോവുക എന്ന സങ്കല്പത്തോടുകൂടി ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ പൂർണ്ണമായിട്ട് നടക്കുകയില്ല എങ്കിൽ പോലും നടപടിക്രമങ്ങളൊക്കെ ഏറെക്കുറെ പൂർത്തിയാകുവാനും നവംബർ മാസത്തോടുകൂടി അതിൻ്റെ വിൽപ്പനയെല്ലാം അല്ലെങ്കിൽ കൈമാറാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകും. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള തൊഴിലവസരങ്ങൾ വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. നിലവിലുള്ള സ്ഥാപനത്തിൽ മേലധികാരികളിൽ നിന്നും പ്രത്യേക പരിഗണന ലഭിക്കുന്നത് വഴി ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ജോലിസ്ഥലത്ത് കുടുംബാംഗങ്ങളിൽ നിന്നും വിട്ടുനിന്ന് 3-4 മാസം ജോലി ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കും. ഇങ്ങനെയുള്ള അവസരം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും.
കാർഷിക വിളകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ജോലിയോടൊപ്പം ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കും. കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച വ്യാപാര വിപണന വിതരണ മേഖലകളിൽ 2-3 മാസമായിട്ട് കഴിഞ്ഞ ജൂൺ മാസം മുതൽ തന്നെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കി ഉദ്ധരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഒരുപക്ഷെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടി പുതിയ പ്രചരണ രീതികളെല്ലാം തന്നെ ഇതിന് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ പലതും വന്നു ചേരുകയും ചിലർക്ക് സാംക്രമിക രോഗങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളായിരിക്കാം. എന്തായാലും ഭക്ഷണക്രമീകരണങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് ഉള്ള ഈ അസ്വാസ്ഥ്യങ്ങളെല്ലാം ഒഴിവാകുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി ഭക്ഷണ രീതികളും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. വിശേഷാവസരങ്ങളിൽ വെച്ച് മഹത് വ്യക്തികളെ കാണുവാനും പരിചയപ്പെടുവാനും അവസരമുണ്ടാകും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. സഹോദര സുഹൃത്ത് സഹായ ഗുണത്താൽ ഒരുപക്ഷെ മാനസികമായിട്ടുള്ള വിഭ്രാന്തിയെല്ലാം അതിജീവിച്ച് ആത്മവിശ്വാസത്തോടുകൂടി ഏതൊരു കാര്യവും നേരിടുവാനുള്ള ആശയങ്ങളും അവസരങ്ങളും വന്നു ചേരുവാനും അത് പൂർണ്ണമായിട്ടും സഹകരിക്കുവാനും ഏറ്റെടുക്കുവാനും ഇടയുണ്ട്. വിൽപ്പനോദ്ദേശത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ കൃതാർത്ഥതയും സമാധാനവും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. 2027 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാൻ അവസരമുണ്ടാകും. അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ 2027 ജൂൺ മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ലാഭശതമാനം വളരെ നല്ല നിലയിലുണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടി പുതിയതായുള്ള കർമ്മമണ്ഡലങ്ങളെല്ലാം ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. ഹ്രസ്വകാല കൃഷി രീതികൾ ഒഴിവാക്കി ദീർഘകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ചില കാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ അവസരമുണ്ടാകും. കഴിഞ്ഞ മാസം മക്കളൊക്കെ നാട്ടിൽ വന്നു, മക്കളൊക്കെ ഒരുമിച്ച് താമസിച്ചും കൊണ്ട് അവർ തിരിച്ചു പോകുന്നതിൻ്റെ വിഷമത്താൽ അതൊരു പ്രകൃതി നിയമമാണ്. അവരുടെ ജോലിയുടെ സ്വഭാവം, അവരുടെ ജോലിയുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം സമാധാനം ആർജിക്കുവാനും സമാധാനപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിച്ചാലോ എന്ന മാനസികമായുള്ള തോന്നലോടുകൂടി ഭൂമി പലതും അന്വേഷിക്കാനിട വരുമെങ്കിൽ പോലും സംതൃപ്തിയുള്ള ഒന്നും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ അന്വേഷണത്തിൽ സ്വല്പം ഉൾഭാഗത്തേക്ക് തൃപ്തിയായിട്ടുള്ള സ്ഥലം ലഭിക്കും എന്ന സങ്കല്പത്തോടുകൂടി ഇനിയും ഇതൊരു അന്വേഷണം തുടരുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. അനുചിത പ്രവൃത്തികളിൽ നിന്നും ബന്ധുമിത്രാദികളെ രക്ഷിക്കാനുള്ള അവസരമുണ്ടാകും. അശ്രദ്ധ കൊണ്ട് യന്ത്രത്തകരാറ് സംഭവിക്കുവാനും ഒരുപക്ഷെ അതിനുദ്ധരിക്കുവാനായിട്ട് പുനരുദ്ധീകരിക്കുവാനായിട്ട് സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടുവാനും ഇടയുണ്ട്. സ്ഥാപനത്തിൻ്റെ സ്ഥിതി കണക്കിലെടുത്തും കൊണ്ട് പുതിയ കർമ്മമണ്ഡലങ്ങളൊന്നും ഏറ്റെടുക്കാതെ നിലവിൽ ഉള്ളത് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉദ്ധരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വാത നാഡീരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടവരും. കാലത്തിന് അതീതമായി പല സാഹചര്യങ്ങളും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലരും ജന്മനാട്ടിലേക്ക് തിരിച്ചു പോരുവാനോ അതല്ല കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുവാനോ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. തൻ്റേതല്ലാത്ത കാരണങ്ങളെ കൊണ്ട് പല അർഹമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ സ്വല്പം സമാധാനക്കേടുണ്ടാകും എങ്കിൽ പോലും ഇതെല്ലാം തന്നെ തൊഴിലിൻ്റെയും പ്രകൃതിയുടെയും
ഒരു സ്വഭാവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് പോലും സാധ്യതയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളാൽ മാർഗതടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. കീഴ്ജീവനക്കാരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും കൊണ്ട് തൊഴിൽ മേഖലകൾക്ക് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുന്നത് വഴി വളരെ ഉത്സാഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കും. ഓർമ്മശക്തി കുറവുള്ളതിനാൽ എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തും കൊണ്ടും ഏതൊരു കാര്യവും ഏറ്റെടുക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കുന്നതുമാണ്. സഹൃദയ സദസ്സിൽ അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. പ്രത്യുപകാരം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ അവലംബിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതിയിൽ പ്രതീക്ഷിച്ച ഉയർച്ചകളോ അല്ലെങ്കിൽ ജോലി സാധ്യതകളോ വളരെ കുറവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുബന്ധമായിട്ട് ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ പോലും പല വിദ്യാർത്ഥികളും തയ്യാറാകുവാനിടയുണ്ട്. ഇതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.